എല്ലാ കുട്ടികൾക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ അടുത്ത 3 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. +2 വേണ്ടിയിട്ട് 6 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, 3 ചാപ്റ്ററിൽ നിന്ന് 6 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. 3 ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ആണ്. ഇത് മസ്റ്റ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ഒരു 2 ക്വസ്റ്റ്യൻസ് വീതം മസ്റ്റ് സ്റ്റാർഡ് ആണ്. 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് ഓരോന്നിൻ്റെയും 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, 1, 2. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് 1, 2. ദെൻ അഗെയിൻ ബയോമോളിക്യൂൾസ് 1, 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇത് നിങ്ങൾ 2 എണ്ണവും മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. 100% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അതിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ടത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ മസ്റ്റായിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ, ലാന്തനൈഡ് കോൺട്രാക്ഷനും അതിൻ്റെ കോൺസിക്വൻസും. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്താണ്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അത് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നതാണ് ലാന്തനൈഡ്സ്. ആ ലാന്തനൈഡ്സിലാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈഡ്സ് ഫ്രം ലെന്താനം ടു ലുട്ടീഷ്യം ആർ കാൾഡ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കോൺസിക്വൻസ് ലാന്തനൈഡ്സിൻ്റെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആവും. ലെന്താനം ടു ലുട്ടീഷ്യം ട്രാവൽ ചെയ്യുമ്പോൾ ഹൈഡ്രോക്സൈഡ്സിൻ്റെ ബേസിസിറ്റി കുറയും. ദെൻ 4th ആൻഡ് 5th പീരീഡ്സിന് ഏകദേശം 4D ആൻഡ് 5D സീരീസിന് ഏകദേശം എന്താവും, സിമിലർ സൈസ് ആവും. മസ്റ്റാണ്, സ്റ്റാർഡാണ്. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. 2 കാര്യങ്ങളുണ്ട് കേട്ടോ, കാരണം അതിന് ഒരേ കണക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നതുകൊണ്ടാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും അതിനോടൊപ്പം തന്നെ KMnO4ഉം K2Cr2O7 ഈ 2 കാര്യങ്ങൾ. അത് ഏകദേശം ഒരേ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 നമ്മൾ ഒരുമിച്ച് എടുത്തേക്കുന്നത്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്തായാലും നോക്കിയിട്ട് പോവാം. അതിനകത്ത് വേറെ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാനില്ല. ലാന്തനൈഡ് കോൺട്രാക്ഷൻ നോക്കിയിട്ട് എക്സാമിന് കയറാവും. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഒരു ഡി ബ്ലോക്ക് എലമെന്റ് തന്നാൽ എങ്ങനെ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കാം. ഡയാമാഗ്നറ്റിക് ആണോ, അതായത് ഡിയിൽ ഇലക്ട്രോൺസിന് എണ്ണം എഴുതാം. എല്ലാവരും പെയർ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും. ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പാരാമാഗ്നറ്റിക്, മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ 0 അല്ല. √n × n+2 ആണ് ഇക്വേഷൻ. എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ഡി ആണ് കൊടുക്കുക ചെയ്യാം. ബാക്കി കാര്യമൊന്നുമില്ല. പിന്നെ KMnO4ഉം K2Cr2O7ൻ്റെയും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അവരുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി KMnO4ൻ്റെ മാത്രം പഠിച്ചു വെച്ചേക്കാം. ഒരു 2 എണ്ണം നമ്മളത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സ്ട്രക്ചർ, വേറെ ഒന്നും വേണ്ട. ഈ 2 ടോപ്പിക്കും പഠിച്ചിട്ട് പോകാം. ഓക്കെ, അത് മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. മസ്റ്റ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മസ്റ്റ് സ്റ്റാർഡ് നെയിമിംഗ് ആണ്. 101% ഷുവർ ആണ് നെയിമിംഗ് എക്സാമിന് ചോദിക്കും. ഓക്കെ, നെയിമിംഗ് മസ്റ്റായിട്ട് എക്സാമിന് ചോദിക്കും. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, മസ്റ്റായിട്ട് എക്സാമിന് ചോദിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നതെന്ന് പറയുന്നത് VB തിയറിയാണ്. VB തിയറി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, അതായത് ഏതെങ്കിലും ഒരാളുടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് VB തിയറി ബേസ് ചെയ്തിട്ട് അത് മസ്റ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഐസോമർസം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് VB തിയറിയെ കാട്ടിയും ഐസോമർസത്തിനാണ്. കാരണം ഐസോമർസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ജോമെട്രിക്കലും ഒപ്റ്റിക്കലും, അത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ജോമെട്രിക്കലും ഒപ്റ്റിക്കലും ഐസോമർസത്തിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. ജോമെട്രിക്കലും ഒപ്റ്റിക്കലും 101% ഷുവർ ആണ്. ജോമെട്രിക്കലും ഒപ്റ്റിക്കലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും. ഐസോമർസത്തിൽ സ്ട്രക്ചറിൽ കൂടാതെ ജോമെട്രിക്കലിലെ ഒപ്റ്റിക്കലിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല, പഠിക്കാൻ പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മസ്റ്റാണ്. 100% ഷുവർ ആണ്. അത് കൂടാതെ ഇതിനകത്ത് പ്രോട്ടീൻ്റെ കേസിൽ തന്നെ വരുന്നതാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അത് പ്രോട്ടീനിൽ തന്നെ വരുന്നതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ സ്ട്രക്ചറും ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനും. പിന്നെ വരുന്നത് നമ്മുടെ അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സിൽ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒന്ന് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണോ നോക്കണം. അതുകൂടാതെ സിറ്റർ അയോൺ, ഈ 2 കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അതായത് ക്ലാസിഫിക്കേഷൻ നോക്കുക, സിറ്റർ അയോൺ നോക്കിയിട്ട് പോകും.
അപ്പം അടുത്ത 3 ചാപ്റ്റർ D&F, കോർഡിനേഷൻ, ബയോമോളിക്യൂൾസ്. അതിൽ D&Fൽ ലാന്ത്രയുടെ കോൺട്രാക്ഷൻ കോൺസിക്വൻസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, KMnO4, K2Cr2O7. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നെയിമിങ്, VB തിയറി പഠിക്കുക, അതിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഐസോമറിസം പഠിക്കുക. ജോമെട്രിക്കൽ ഒപ്റ്റിക്കൽ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, ചിലരത് വിട്ടുകളയും, പഠിച്ചിരിക്കണം. പിന്നെ ബയോമോളിക്യൂൾസിൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടീൻ ആയതുകൊണ്ട് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതുകൂടാതെ സിറ്ററയോ ക്ലാസിഫിക്കേഷൻ, മറ്റേ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്, അതുകൂടാതെ സിറ്ററയോ. ഇത് മസ്റ്റ് സ്റ്റാർട്ട് ആണ്, ചോദിക്കാൻ 100% ഉറപ്പാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഈ 6 ക്വസ്റ്റ്യൻസ്, ഈ 6 ടോപ്പിക് 3 ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് 6 എണ്ണം മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്.